പാമ്പ്ലാനി പിതാവ് BJPക്ക് അനുകൂലമായി പറഞ്ഞു. അതാണോ ചർച്ച ചെയ്യേണ്ടത്? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി കൊള്ളരുതാത്തവനാണെന്ന് പറയണം. വളരെ മനസ്സ് വേദനിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന ഒന്നും കുറയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ക്രൈസ്തവ വിഭാഗത്തിന് കിട്ടേണ്ടത് കിട്ടണം. VD സതീശൻ എന്ന് പറഞ്ഞ വലിയൊരാളാണ്. ഞാനൊരു സാധാരണ ഒരു ചെറിയ കൃഷിക്കാരൻ്റെ മകനാണ്. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണം, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പ്രധാനമന്ത്രിയെ കണ്ടാൽ ഉടനെ BJP ആയി നല്ലല്ലോ അർത്ഥം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നത്, BJPയുടെ പ്രധാനമന്ത്രിയല്ല. ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ കാലം തെളിയിക്കും. നമസ്കാരം. ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചാണ് ശ്രീ ജോണി നെല്ലൂർ UDF നിന്ന് കേരള കോൺഗ്രസിൽ നിന്ന് തൻ്റെ രാജി പ്രഖ്യാപിച്ചത്. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ജോണി നെല്ലൂരാണ്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിതെളിച്ചാണ് അങ്ങ് ഒരു രാജി പ്രഖ്യാപിച്ചത്. ഏകദേശം 30 വർഷത്തോളം അങ്ങ് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം UDF, അങ്ങേ ശരിക്കും അങ്ങാക്കിയത് ഈ കേരള കോൺഗ്രസ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് UDF നിന്നൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജിവെക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വഞ്ചന തന്നെയല്ലേ? ഒരിക്കലും അല്ല. ഞാൻ ഇന്നലെ എൻ്റെ രാജി സമർപ്പിച്ച രാജിക്കത്ത് പത്രങ്ങൾക്ക് കൊടുത്തപ്പോൾ തന്നെ വളരെ വ്യക്തമായി അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിച്ച UDFൻ്റെ മുഴുവൻ നേതാക്കളോടും ലക്ഷക്കണക്കിനുള്ള പ്രവർത്തകരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അവരോട് എന്നും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. എന്നെ രാഷ്ട്രീയമായി വളർത്തിയ എൻ്റെ പ്രസ്ഥാനം, കേരള കോൺഗ്രസ് പ്രസ്ഥാനം, അതിൽ എനിക്ക് ധാരാളം പിന്തുണ നൽകി എന്നെ സഹായിച്ച അന്തരിച്ചു പോയവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർക്കും അനേകായിരം പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അവരോടുള്ള കടപ്പാട് ഒരിക്കലും എനിക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ വഞ്ചനയുടെ വിഷയമല്ല. കഴിഞ്ഞ ഏതാനും നാളുകളായി മനസ്സ് വേദനിച്ച് അവഗണന മാത്രം നേരിട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ, വ്യക്തിപരമായുള്ള അവഗണനയല്ല, കേരളത്തിൻ്റെ അടിസ്ഥാന വർഗമായി കൃഷിക്കാർ നേരിടുന്ന വിഷയങ്ങൾ, കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കളുടെ വിഷയങ്ങൾ, തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഗുരുതരങ്ങളായ വിഷയങ്ങൾ, ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ വളരെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂർ, മധ്യ കേരളം, അവിടുത്തെ പ്രധാന കാർഷിക വിളയെന്ന് പറഞ്ഞാൽ റബ്ബറാണ്. ഏറെ ദുഃഖകരമായ ഒരു കാര്യം, ഈ റബ്ബറിനെ ഒരു കാർഷിക വിളയായി, കാർഷിക ഉൽപ്പന്നമായി ഇന്നും പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരു വ്യാവസായിക ഉൽപ്പന്നമായിട്ടാണ് റബ്ബറിനെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്ക് ലഭിക്കുന്ന ഒരു പ്രാധാന്യവും ഈ റബ്ബറിന് ലഭിക്കുന്നില്ല. റബ്ബറിൻ്റെ ഉൽപ്പാദന ചെലവ് ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ 280 രൂപയിൽ മുകളിൽ 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ ചിലവാകുന്നുണ്ട്. അതാണ് 300 രൂപയെങ്കിലും 1 കിലോ റബ്ബറിന് ലഭിച്ചുവെങ്കിൽ മാത്രമേ റബ്ബർ കൃഷിക്കാർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് കേരളമാകെ ചർച്ച ചെയ്തു. അഭിനന്ദനായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് ഇങ്ങനെ ഒരു കൃഷിക്കാരുടെ റാലിയുടെ മധ്യത്തിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം ക്രൂരമായ വിമർശനത്തിന് വിധേയമായി. വിമർശിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ മൗലികമായ വിഷയത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്തില്ല. റബ്ബർ കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകളോ റബ്ബർ കർഷകർ നേരിടുന്ന വിഷയങ്ങളോ ആരും അഡ്രസ്സ് ചെയ്തില്ല. അദ്ദേഹം BJP പൊഴുത്തി പറഞ്ഞത് മാത്രമാണ് ചർച്ചയായത്. അത് അങ്ങേയറ്റം നിരാശാജനകമാണ്. അവിടെ അഡ്രസ്സ് ചെയ്യേണ്ട യഥാർത്ഥ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല. ഇവിടെ എന്താ സ്ഥിതി? ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒത്തിരി കാലം ഭരണത്തിലിരുന്നില്ലേ, എന്തേ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യാത്തത്? ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, റബ്ബർ കൃഷിക്കാർ വല്ലാതെ വിലയിടിവ് മൂലം ബുദ്ധിമുട്ടിയ സന്ദർഭത്തിൽ അന്തരിച്ചു പോയ KM മാണി സാർ, എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ, അദ്ദേഹം 150 രൂപ റബ്ബർ കൃഷിക്കാർക്ക് താങ്ങുവില പ്രഖ്യാപിച്ചു, സപ്പോർട്ടിംഗ് പ്രൈസ്. അത് കൊടുത്തു. ബഡ്ജറ്റിൽ അതിനുവേണ്ടി 500 കോടി രൂപയോളം മാറ്റിവെച്ചു. അത് കൊടുത്തു, റബ്ബർ സംഭരിച്ചു. ഉമ്മൻചാണ്ടിയെ ഞാൻ അഭിനന്ദിക്കുക. അദ്ദേഹം മുഖ്യമന്ത്രി ധീരമായ തീരുമാനമെടുക്കുവാൻ മാണി സാറിനും ഉമ്മൻചാണ്ടിക്കും കഴിഞ്ഞുവെങ്കിൽ അത് കൃഷിക്കാർക്ക് അല്പം ആശ, പ്രത്യാശയുടെ കിരണങ്ങൾ നൽകിയതാണ്. പിന്നീട് വന്ന ഗവൺമെൻറ് എന്താ ചെയ്തത്? പിന്നീട് വന്ന ഗവൺമെൻറ് ഇലക്ഷൻ കാലത്ത് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 250 രൂപ കൊടുക്കും. അധികാരത്തിൽ വന്ന വലിയ ഭൂരിപക്ഷത്തിൽ ചെയ്തത് എന്താ? ചെയ്തത്
170 രൂപ പ്രഖ്യാപിച്ചു, 20 രൂപ കൂട്ടി. പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ആ പ്രഖ്യാപിച്ച തുക കൃഷിക്കാർക്ക് കൊടുത്തില്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 21 തെരഞ്ഞെടുപ്പിൽ ഇവർ ആവർത്തിച്ചു. ഇപ്പം അധികാരത്തിൽ വന്നു, 2 ബഡ്ജറ്റ് വന്നു. എന്താ പറഞ്ഞാൽ അത് തന്നെ, വേറെ ഒന്നുമില്ല. അപ്പൊ റബ്ബർ കൃഷിക്കാരെ വഞ്ചിക്കുന്ന സമീപനം. ഇപ്പൊ UDF അധികാരത്തിലില്ലാത്തത് കൊണ്ട് ഞാൻ UDF പറയുന്നില്ല. അവരിരുന്ന കാലത്ത് അവർ ചെയ്യാവുന്ന അവർ ചെയ്തു. അത് റബ്ബർ കൃഷിക്കാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ 7 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് റബ്ബർ കൃഷിക്കാരെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുകയത്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ റബ്ബറിനെ ഒരു കാർഷിക ഉൽപ്പന്നമാക്കി പ്രഖ്യാപിക്കുന്നില്ല? എന്താ അതിന്റെ തടസ്സം? റബ്ബർ ലോബിയുടെ സമ്മർദ്ദം ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ ഇത് ആവശ്യപ്പെടാൻ കഴിയുള്ളൂ? കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഏതോ ആകട്ടെ, ആ ഗവൺമെന്റിനോടല്ലേ ആവശ്യപ്പെടേണ്ടത്? തലശ്ശേരി ആർച്ച് ബിഷപ്പ് അതാ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയുടെ ഒന്നാമത്തെ ഡിമാൻഡ് അതാണ്. കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് അടിസ്ഥാന വിലയായി 300 രൂപ ഒരു കിലോയ്ക്ക് കിട്ടണം. റബ്ബറിനെ കാർഷിക ഉൽപ്പന്നമാക്കി പ്രഖ്യാപിക്കണം. 1. 2, നെൽകൃഷിക്കാർ എന്താ അവരുടെ സ്ഥിതി? നെൽകൃഷിക്കാർ കേരളത്തിൽ അവർ കഠിനാധ്വാനം ചെയ്ത് ബാങ്ക് ലോൺ എടുത്ത് സ്വർണം പണയം വെച്ചൊക്കെ കൃഷി ചെയ്ത് നെല്ലുൽപ്പാദിപ്പിച്ച് ആ നെല്ല് കൊയ്തെടുത്ത് അവിടെ നെൽപ്പാടത്ത് സൂക്ഷിക്കുമ്പോൾ അത് സംഭരിക്കുവാൻ ദിവസങ്ങൾ എടുക്കുന്നു. സംഭരണ വില വളരെ കുറവ്, നശിച്ചു പോകുന്നു. 40 രൂപയെങ്കിലും ഒരു കിലോ നെല്ലിന് കിട്ടണം. കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അത് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ 2 പേരും കൂടെ കൊടുക്കണേ. അത് 40 രൂപയെങ്കിലും കൊടുക്കുവാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. മറ്റ് നാണ്യവിളകൾ, നാളികേരം ഉൾപ്പെടെ, ഏലം, കുരുമുളക്, കാപ്പി, തേയില, അടയ്ക്ക, ചിലതിനൊക്കെ ഇച്ചിരി വില കാണും, ഉൽപ്പന്നം കുറഞ്ഞു. അപ്പൊ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സജീവമായി ശ്രദ്ധ ചെലുത്തുകയും അവരുടെ വേദനയ്ക്ക് അവരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി ഗവൺമെന്റുകൾ തയ്യാറാകുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ഒരു നയപ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അതാണ്. 2, നമ്മുടെ തീരദേശം. ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് പറയട്ടെ, തീരദേശത്ത് ഉള്ള സ്ഥിതി എന്താ? നമ്മുടെ തീരദേശത്തെ ജനങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ഒരു സന്ദർഭം നമ്മളെ വിഴിഞ്ഞം പ്രശ്നത്തിലൊക്കെ നമുക്ക് കണ്ടതാണ്. വിഴിഞ്ഞം പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഉപരി തീരദേശം ആകെ വലിയ ആശങ്കയില്ല. ആ തീരദേശത്തുള്ള ജനങ്ങൾ അവരാഗ്രഹിക്കുന്നത് എന്താ? സുരക്ഷിതമായ ഒരു ജീവിത മാർഗം. ഇന്ന് മണ്ണെണ്ണ പോലും കിട്ടാനില്ലാതെ ഫിഷർമാൻമാർ വല്ലാതെ ബുദ്ധിമുട്ടുക. മണ്ണെണ്ണ നൽകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ കഴിയൂ. നിലവിലുണ്ടായിരുന്നത് പോലും വെട്ടിക്കുറച്ചിരിക്കുക. ആ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഗൗരവതരമായ വിഷയം നാം ആലോചിക്കേണ്ടത്, ഇപ്പോൾ വനത്തിനോടടുത്ത് താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ കാടിന്റെ മക്കൾ എന്നാണ് അവരെ വിളിക്കുന്നത്. കാടിന്റെ മക്കൾക്ക് വനാവകാശ നിയമം ഉണ്ടാക്കി കൊടുത്ത രാജ്യമായത്. ഞാൻ പറയുന്നു, ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ കടലിന്റെ മക്കൾക്ക് തീരം അവരുടേതാണ്, കടൽ അവരുടേതാണ്. ഈ തീരദേശവാസികൾക്ക്, കടലിന്റെ മക്കൾക്ക് ഒരു തീരദേശ അവകാശ നിയമം, വനാവകാശ നിയമം പോലെ തന്നെ തീര അവകാശ നിയമം കൊണ്ടുവരണം. അത് ഞങ്ങൾ കേന്ദ്രത്തിൽ സമീപിക്കും. 3-മത്തൊരു കാര്യം, ഇന്ന് കേരളത്തിന്റെ ഒരു സ്ഥിതി വളരെ ദുഃഖകരമല്ലേ? ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, ജോലി തേടി പുറത്തേക്ക്. എന്താ കാരണം? രാജ്യത്തോ സംസ്ഥാനത്തോ ഈ ചെറുപ്പക്കാർക്ക് സുരക്ഷിതമായി നല്ല വേതനം കിട്ടുന്ന ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയില്ല. ആ സാധ്യത ഉണ്ടാക്കണേ ഗവൺമെന്റുകൾ. ചെറുപ്പക്കാർ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളൊക്കെ മാതാപിതാക്കൾ മാത്രമായി. എല്ലാവരും പോവുക, ജോലി തേടി പോകുന്നതാ, ജീവിക്കാൻ വേണ്ടി പോകുന്നത്. ആ ജീവിക്കാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ ഉതകുന്ന ജോലി സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുവാൻ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ശ്രമിക്കണം. ഇങ്ങനെ കുറെ ആവശ്യങ്ങൾ. മറ്റൊന്ന്, കൃഷിക്കാർ നേരിടുന്ന വലിയൊരു വിഷയം അങ്ങേക്കും അറിയാം, ബഫർ സോൺ. ഇപ്പൊ സുപ്രീം കോടതിയുടെ പരിഗണനയില്ല. ആ ബഫർ സോൺ പൂർണ്ണമായി ആ സംശയത്തിന്റെ നിഴലിൽ, ആശങ്കയുടെ നിഴലിൽ നിൽക്കുന്ന കൃഷിക്കാർക്ക് ആശ്വാസം ഉണ്ടാകണമെങ്കിൽ കേരളം ജനനിബിഡമായ ഒരു സംസ്ഥാനമാണ്. ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ബഫർ സോൺ എന്ന് പറയുന്ന ആ ഒരു നിയമം കേരളത്തിൽ ബാധകമാക്കരുത്. ഒന്നുകൂടെ ഉണ്ട്, വന്യമൃഗങ്ങളുടെ ആക്രമണം. എത്രയോ കൃഷിക്കാരാണ് മരിച്ചത്, എത്രയോ പാവപ്പെട്ട ആളുകൾ. നിയമം മൂലം ഇതിനെ നിരോധിക്കാൻ കഴിയുമോ? ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയും. വനത്തിന്റെ വളരെ വിസ്തൃതിയുള്ള വനമാണ്, ആവശ്യത്തേക്ക് കൂടുതൽ വനമുണ്ട് കേരളത്തിൽ. ആ വനത്തിൽ എവിടെയെങ്കിലും ഒരു 10, 600, 1000 ഏക്കർ കണ്ടെത്തിക്കൊണ്ട് ഇതുപോലുള്ള വന്യമൃഗങ്ങളെ, അക്രമകാരികളായ വന്യമൃഗങ്ങളെ അങ്ങോട്ട് അയക്കണം. അവർക്ക് അവിടെ ജീവിക്കുവാനുള്ള ഭക്ഷണം, വെള്ളം ഒക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഈ ഗവൺമെന്റ് ചെയ്യണം.
അത് കേന്ദ്ര ഗവൺമെന്റിന് കഴിയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെ BJP എന്ന് മുദ്ര കുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ, ഭരിക്കുന്നത് UPA ആണെങ്കിൽ അവരോട് പറയും. അപ്പോൾ ആരെങ്കിലും ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ഉടനെ അവരെ BJP. എന്താ ഈ രാജ്യം ഭരിക്കുന്ന BJPയെ അറപ്പോട് കൊടുക്കാണോ? ഞങ്ങൾ രൂപീകരിക്കാൻ പോകുന്ന പാർട്ടിക്ക് ആരോടും ഐത്തമില്ല. ഞങ്ങളെ BJP എന്ന് മുദ്ര കുത്തി താറടിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ, ഞങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്, ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. ഞങ്ങളുടെ നയങ്ങൾ ഞങ്ങൾ പറയും. ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന വിഷയങ്ങളുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. കാലങ്ങളായിട്ട് അതിന് മാറ്റമുണ്ട്. ഏറ്റക്കുറച്ചുകളുണ്ടെന്നല്ലാതെ രാജ്യത്തെമ്പാടും ക്രിസ്ത്യാനികളെ ആക്രമിക്കപ്പെടുന്നില്ലേ? മുമ്പും ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അത് ശാശ്വതമായി ഇതാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് അവരെ ശത്രു മനോഭാവത്തോടെയാണ് കാണേണ്ടത്. അവരോട് ആവശ്യപ്പെടണം, ഞങ്ങൾക്ക് സുരക്ഷ വേണം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഈ കേരളം ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ആ ഭരണഘടന നൽകുന്ന സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുവാൻ ഈ ഗവൺമെന്റുകൾക്ക് ചുമതലയുണ്ട്. അത് ചെയ്യണം. വളരെ വ്യക്തമാണ്. അങ്ങ് നേരത്തെ ഉന്നയിച്ച പറഞ്ഞ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് പുതിയതായിട്ട് രൂപീകരിക്കാൻ പോകുന്ന പാർട്ടി ഉയർത്തുന്ന ആവശ്യങ്ങൾ, നെൽകൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, അപ്പോൾ തന്നെ ബഫർ സോൺ, തീരദേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വന്യമൃഗ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാർ നേരിടുന്ന വിഷയങ്ങൾ, അതൊക്കെ പല പാർട്ടികളും കോമൺ ആയിട്ട് ഉയർത്തുന്ന ഒരു ആവശ്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്. പലപ്പോഴും പല വേദികളിലും അങ്ങ് ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. അങ്ങൊരു കത്തോലിക്കനാണ്, ക്രൈസ്തവനാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കേരളത്തിലെ ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും ഈ ക്രൈസ്തവർക്ക് ഒരു നീതി ലഭ്യമാക്കുന്നില്ല, ഒരു കൊടിയ നീതി നിഷേധം നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ പല വിഷയങ്ങളിലും, ഏറ്റവും പല ക്രൈസ്തവ അവഹേളനപരമായ പല കാര്യങ്ങളും നടന്നപ്പോൾ ഇരു മുന്നണികളെയും നേതാക്കൾ പ്രതികരിക്കുന്നില്ല. 80-20 വിഷയം നമുക്കറിയാം. അതിൻ്റെ കൂടിയൊക്കെ ഒരു ഭാഗമായിട്ടാണോ UDF നിന്നും പുറത്തുപോയി ഒരു പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനം? അല്ല, അത് വളരെ മനസ്സ് വേദനിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ വിഷയത്തിലും സഹായങ്ങളുടെ വിഷയത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല അത് കൈകാര്യം ചെയ്യുന്നു. അതിലൊക്കെ എതിർപ്പുള്ള ആളാണ്. ഒരു വിഭാഗത്തിന് കൊടുക്കുന്ന ഒന്നും കുറയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ക്രൈസ്തവ വിഭാഗത്തിന് കിട്ടണം. അത് കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ക്രൈസ്തവ മേലധികാരികൾ, ബിഷപ്പുമാരാരെങ്കിലും എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൃഷിക്കാരുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഉടനെ അവർക്ക് രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയം പറയാമോ? അവർ രാഷ്ട്രീയമല്ല പറയുന്നത്. ഇവിടെ കേരളത്തിൽ ഏത് മതസംഘടനാ നേതാക്കന്മാരാണ് രാഷ്ട്രീയം പറയാത്തത്? ക്രിസ്ത്യൻ ബിഷപ്പുമാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താ ഇത്ര ചൊടിപ്പ്? എന്താ അവരോട് ഇത്ര വിദ്വേഷം? അത് അനുവദിക്കാൻ പറ്റില്ല, അത് പറ്റില്ല. അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാം. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ക്ഷമാശീലരാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും ക്ഷമയോടെ ക്രിസ്തുദാസന്മാർ എന്ന രീതിയിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. അളമുട്ടിയാൽ അറിയാമല്ലോ, ആ ഒരു രീതിയിലേക്ക് ക്രൈസ്തവരെ എത്തിക്കുന്നൊരു സ്ഥിതിയും കേരളത്തിലുണ്ട്. ഞാനൊരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയെല്ലാം തെരുവിലിട്ട് വല്ലാതെ ക്രൂരമായി വിമർശിക്കുന്നതും ഒക്കെ കണ്ടു വേദനിക്കുന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പാർട്ടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഒരാക്ഷേപം ഉയർന്നിരിക്കുന്നു, ക്രിസ്ത്യൻ പാർട്ടിയാണെന്ന്. ഒരിക്കലും അല്ല, ഒരു ക്രിസ്ത്യൻ പാർട്ടിയല്ല. ചില ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരുടെ പേരുകളൊക്കെ ഇതിലേക്ക് അനാവശ്യമായി വലിച്ചഴിക്കുന്നതല്ലേ. ഞാൻ പറയട്ടെ, ഞങ്ങൾ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ തേടിയിട്ടുണ്ട്. എല്ലാ മത നേതാക്കന്മാരുടെയും സാമുദായിക നേതാക്കന്മാരുടെയും ഒക്കെ പിന്തുണ തേടിയിട്ടുണ്ട്. അവരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ആ കൂടുതൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും ഉണ്ട്. അവരെ മാത്രം ഒറ്റതിരിഞ്ഞിട്ട് ആക്രമിക്കുന്ന ആ രീതി ശരിയല്ല. പിന്നെ ഒരാളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം ആളുകൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഈ പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ പിന്നിൽ. പിന്നെ നിലവിലുള്ള ഒരു പാർട്ടിയിൽ നിന്നും ആരെയും ഞങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നില്ല. സ്വമേധയാ വരുന്നവർ വരട്ടെ. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കണമെന്നും ആഗ്രഹമില്ല. ഈ ആശയങ്ങളോട് യോജിപ്പുള്ളവർ എന്തുകൊണ്ട് ആ പാർട്ടിയിൽ നിന്നാൽ ഈ പടപുരതലാകരുതല്ലോ എന്ന് ചോദിച്ചാൽ പരിമിതികളേറെയുണ്ട്. ഇത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിക്കുന്ന ഒരു പാർട്ടിക്കാണെങ്കിൽ പരിമിതികളില്ലാതെ മുന്നോട്ട് പോകാം. നേരത്തെ അങ്ങ് പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം കേരളത്തിൽ നേരിടുന്ന പല വിഷയങ്ങളും അങ്ങ് പ്രഖ്യാപിച്ച ഈ ഒരു കാര്യം, ഈ രാജി പ്രഖ്യാപനത്തിന്റെ ഒരു ടൈമിങ് പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് റബ്ബറിന് 300 രൂപയാക്കിയാൽ
കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു MP ഇല്ല എന്നൊരു വിഷമം ഞങ്ങൾ മാറ്റിത്തരാം എന്നൊരു പ്രസ്താവന. അതിനുശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ക്രൈസ്തവർ സുരക്ഷിതരാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹം BJPയോട് അടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു അവസരവാദമാണോ അതോ ഒരു നിലനിൽപ്പിനെ ഓർത്ത് ഭയപ്പെട്ടിട്ടാണോ? അതായത് ഇരു മുന്നണികളുടെയും ഭാഗത്തുനിന്ന് നീതി ലഭ്യമാകുന്നില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവി എന്താകും എന്നൊരു ഭയം കൊണ്ടാണോ സമുദായ നേതാക്കളും ക്രിസ്ത്യൻ സമൂഹവും ഒപ്പം തന്നെ അങ്ങയുടെ ഈ ഒരു പാർട്ടി പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായത്? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാമ്പ്ലാനി പിതാവ് വളരെ ദീർഘവീക്ഷണവും ലക്ഷ്യബോധമുള്ള ഒരു പിതാവാണ്. നല്ല അറിവുള്ള ഒരാളാണ്. അദ്ദേഹം കൃഷിക്കാർ സംഘടിപ്പിച്ച ഒരു റാലിയിൽ പങ്കെടുത്ത് ആ കൃഷിക്കാർക്ക് ആവേശം പകർന്നു കൊടുക്കുവാൻ അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിച്ചതാണ്. ആ പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു വാചകം എടുത്ത് അദ്ദേഹം പറഞ്ഞാൽ ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കുന്ന നന്ദിയുള്ളവരാണ് ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അതിനർത്ഥം തെറ്റായി വ്യാഖ്യാനിച്ച് BJPയെ സഹായിക്കാം എന്നൊന്നും ആ പിറ്റേ ദിവസം അദ്ദേഹം വ്യാഖ്യാനിച്ചു. അപ്പോൾ ആ വിധത്തിൽ പിതാക്കന്മാർ അവരുടെ അഭിപ്രായം പറയുമ്പോൾ എന്തുകൊണ്ട് പാമ്പ്ലാനി പിതാവ് പറഞ്ഞ ആ അടിസ്ഥാനപരമായ കാര്യം ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നില്ല? വാർത്താമാധ്യമങ്ങൾ പോലും ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. പാമ്പ്ലാനി പിതാവ് BJPക്ക് അനുകൂലമായി പറഞ്ഞു. അതാണോ ചർച്ച ചെയ്യേണ്ടത്? മൗലികമായ വിഷയം റബ്ബറിൻ്റെ വിലയില്ല, കൃഷിക്കാർ ബുദ്ധിമുട്ടുന്നു. അതെന്തുകൊണ്ട് ചർച്ചയ്ക്കെടുക്കുന്നില്ല? പ്രധാനപ്പെട്ട വിഷയം മാറ്റി നിർത്തി ചില വാക്കുകൾ അടർത്തിയെടുത്ത് അതിന്മേൽ നടത്തുന്ന ചർച്ച ഒരിക്കലും നല്ലതല്ല. അത് കേരളത്തിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ, ആപത്തേ ഉണ്ടാക്കുള്ളൂ. അതുപോലെ ആലഞ്ചേരി പിതാവ് ഒരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഭരണാധികാരി എന്നുള്ള നിലയിൽ മോഡി സമർത്ഥനാണെന്ന് പറഞ്ഞു പോയാൽ ഉടനെ BJP ആണോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി കൊള്ളരുതാത്തവനാണെന്ന് പറയണോ? പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞല്ലോ, അന്ന് ആരും ആക്ഷേപം കേട്ടില്ലല്ലോ. പിണറായി വിജയൻ 25 കൊല്ലം മുമ്പ് മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു എന്നൊരു പിതാവ് പറഞ്ഞില്ലേ? ബിഷപ്പ് ആകേണ്ടതായിരുന്നു പറഞ്ഞില്ലേ? ആരും ഇവിടെ ആക്ഷേപം ഉന്നയിച്ച് കണ്ടില്ലല്ലോ. അപ്പോൾ അന്ധമായി ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അഭിവന്യ പിതാക്കന്മാരുടെ വാക്കുകൾ ചോർത്തിയെടുത്ത് അത് കിള്ളിപ്പൊരിഞ്ഞെടുത്ത് അവരെ അവഗണിക്കുന്ന രീതി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങയുടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം അങ്ങേക്കെതിരെ ഉയർന്ന മറ്റൊരു ആരോപണമാണ് ഈ അധികാരത്തിന് വേണ്ടി അങ്ങയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ 96-ലും 2001-ലും മോറ്ററിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. പ്രത്യേകിച്ച് അന്ന് 2004 ആ ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് ജേക്കബിന് ഒരു മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നു. പിന്നീട് 2006 ഒരു DAC രൂപീകരണം, പിന്നെ 2006 മോറ്ററിയെ പരാജയപ്പെടുന്നു. 2011 മോറ്ററ സീറ്റ് ലഭിക്കുന്നില്ല, ജോസഫ് വാഴക്കൻ ഇവിടെ നിൽക്കുന്നു. അങ്കമാലിയിൽ അങ്ങ് പരാജയപ്പെടുന്നു. 2016 അങ്കമാലി സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് അങ്ങേക്ക് ആ സീറ്റ് ലഭിക്കുന്നില്ല. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു സീറ്റ് നിഷേധം. അപ്പം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയുണ്ടായി, അങ്ങ് ഒരു പ്രധാനപ്പെട്ട നേതാവല്ല, കുറെ കാലമായി സീറ്റ് ലഭിക്കാത്തത് മൂലം ഒരു അസംതൃപ്തിയിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ആരോപണങ്ങളെ അങ്ങ് എങ്ങനെ കാണുന്നു? VD സതീശൻ എന്ന് പറഞ്ഞ വലിയൊരാളാണ്. ഞാനൊരു സാധാരണ ഒരു ചെറിയ കൃഷിക്കാരൻ്റെ മകനാണ്. അദ്ദേഹത്തെ പോലുള്ള വലിപ്പമോ അദ്ദേഹത്തെ പോലുള്ള വലിയ കഴിവുകളോ ഒന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണം, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അസഹിഷ്ണുത കൊള്ളില്ല. ഞാൻ ഈ UDFന് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 30 വർഷക്കാലം ഈ കേരളമാകെ AK ആന്റണിയോടൊപ്പം, ഉമ്മൻചാണ്ടിയോടൊപ്പം, രമേശ് ചെന്നിത്തലയോടൊപ്പം UDFൻ്റെ യാത്രകളിൽ സജീവമായി പങ്കാളിയായ ഒരു സ്ഥിരം ജാഥാംഗമായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. 140 മണ്ഡലങ്ങളിലും പോയി പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. സീറ്റ് നിഷേധിച്ചപ്പോൾ 2006 DIC, അതാണ് എൻ്റെ സത്യത്തിൽ പരാജയത്തിന് കാരണം. മൂവാറ്റുപുഴ ജനങ്ങൾ ഇന്നും മനസ്സിൽ എനിക്ക് നല്ലൊരു സ്ഥാനം തന്നിട്ടുണ്ട്. DIC ആയത് ആർക്കും ഇഷ്ടമായില്ല. അന്ന് കൂടെ നിന്ന് TM ജേക്കബിനോടൊപ്പം നിൽക്കണം എന്നുള്ള ആ നിശ്ചയദാർഢ്യത്തോടു കൂടി നിന്നതുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ അധികാരമോഹിയാണെന്ന് പറയുന്നതോടെ ഒറ്റ മറുപടിയുള്ളൂ. ആ സ്പ്ലിറ്റ് ഉണ്ടായ സമയത്ത് ജേക്കബിനോടൊപ്പം ഇല്ല എന്നൊന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതാണ്. മുമ്പിൽ വന്ന മന്ത്രിസ്ഥാനം വേണ്ട, കൂടെ നിൽക്കുന്നവനെ ചതിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ പാരമ്പര്യം എനിക്കുള്ളത്. രാഷ്ട്രീയത്തിൽ അത് പാടില്ലായിരുന്നു. ഞാനിപ്പോൾ 20 കൊല്ലമായിട്ട് MLA അല്ല, ജനപ്രതിനിധിയല്ല. 2011 എനിക്ക് മൂവാറ്റുപുഴ സീറ്റ് തരാതെ എന്നെ അങ്കമാലിക്ക് വിട്ടു. അങ്കമാലിക്ക് വാഴക്കനെ വിട്ടാൽ മതിയായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ സീറ്റാ. ഇവിടെ വിട്ടു. അവിടെ തോറ്റ സാഹചര്യമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. തോറ്റു. 2016 ഞാൻ അവിടെ തോറ്റതിന് ശേഷം 11 മുതൽ 16 വരെ അങ്കമാലിയിലെ ഓരോ മുക്കിലും മൂലയിലും എപ്പോഴും നിറസാന്നിധ്യമായിരുന്നു. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു, ഒരു ഓഫീസ് വാടകയ്ക്കെടുത്തു, എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായി.
എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നതാണ് അങ്കമാലി സീറ്റ്. 2014 നിഷ്കരണം. എന്നോടൊരു വാക്ക് പറയാതെ പോലും സീറ്റ് തന്നില്ല, പകരം ഒരു സീറ്റും തന്നില്ല. അപ്പം ഞാൻ കലഹിച്ചപ്പോൾ വിഷമിച്ചപ്പോഴാണ് ബഹുമാനായ ഉമ്മൻചാണ്ടിയും മാണിസാറും കുഞ്ഞാലിക്കുട്ടി സാഹിബും രമേശ് ചെന്നിത്തലയും കൂടി എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച് UDF സെക്രട്ടറി എന്ന ആ ഒരു പദവി നൽകിയത്. വളരെ മാന്യമായി അവരുടെ ആ കാലഘട്ടത്തിൽ എന്നെ അത് അംഗീകരിച്ചു. VD സതീശൻ ചെയർമാനായി വന്ന ശേഷം ആ അംഗീകാരത്തിന് ഒരു കുറവ് വന്നു. ഞാനത് പുറത്തു പറഞ്ഞില്ല, എൻ്റെ ശീലമല്ലത്. പക്ഷേ VD സതീശൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. UDFിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകട്ടെ എന്നാണ് പറയേണ്ടത്. പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത്? അത് ചെയ്തില്ല. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിശ്വപൗരൻ കേരളത്തിൽ വന്ന് അദ്ദേഹം ചില ജില്ലകളിലൂടെ പര്യടനം നടത്തിയപ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ച നേതാവാണ് VD സതീശൻ. ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല, കാരണം UDF ചെയർമാനായി ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയരുതായിരുന്നു അത്. ഞാൻ അത്ര പ്രധാനപ്പെട്ട നേതാവല്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രധാനപ്പെട്ട നേതാവാണെന്ന് നിങ്ങൾ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. ഞാനൊരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തെ പോലെ ഞാനാണെല്ലാം, ഞാനാണ് സർവസ്വവും, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം ഒരിക്കലും ഞാൻ വെച്ചു വളർത്തിയിട്ടില്ല. അത്രേ അതേക്കുറിച്ച് പറയാനുള്ളൂ. ഒപ്പം UDFിനെതിരെ ഉയരുന്ന ഒരു ആശങ്ക, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വിഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ആശങ്ക, ഈ കെ എം മാണി സാറിന് ശേഷം UDFിന്റെ ഭാഗത്തു നിന്ന് ഈ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളോ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ശബ്ദം കുറെ കൂടി പൊതുസമൂഹത്തിലേക്ക് കേൾപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അത്തരത്തിലൊരു നിലപാട് പലപ്പോഴും UDFിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് UDFിനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. എല്ലാ വിഭാഗക്കാർക്കും അവകാശങ്ങളും അവരുടെ അവകാശങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കണം. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് UDF പരമ്പരാഗതമായി നമുക്കറിയാം, ക്രൈസ്തവ സമൂഹം UDFിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ ഈ അടുത്ത നാളുകളിൽ UDFിന്റെ ഭാഗത്തുനിന്ന് ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടത്ര നീതി ലഭ്യമാകുന്നില്ല, അവരുടെ ആവശ്യങ്ങളിൽ UDF വേണ്ടത്ര ശബ്ദമുയർത്തുന്നില്ല ഒരു ആരോപണം. അതിന്റെ പിന്നിൽ ഈ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്യുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള എന്ന് ഞാൻ പറയില്ല. മുസ്ലിം ലീഗ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കുന്നു. ആ നിലപാടുകൾ അംഗീകരിപ്പിക്കാൻ വേണ്ടി അവരവരുടെ പരമാവധി ശ്രമിക്കുന്നു. അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുവാൻ ഇന്ന് കഴിയുന്നില്ല. ഒരു പോരായ്മയാണ്. അപ്പോൾ കൂടുതൽ സമ്മർദ്ദം വരുമ്പോൾ കുറേ ഈൽഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കുറ്റം പറയാൻ കഴിയും. ഞാൻ അവിടെയാണ് ഇന്നലെ പത്രസമ്മേളന മധ്യേ പറഞ്ഞത്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്ന സമയത്ത്, അല്ലെങ്കിൽ കെ കരുണാകരൻ നേതൃത്വം കൊടുത്തിരുന്ന സമയത്ത് കിട്ടിയിരുന്ന അംഗീകാരവും അതുപോലെ തന്നെ സമീപനവും ഇന്ന് ലഭിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. വളരെ ചിന്തിച്ച് പറഞ്ഞതാണ്. അത് നടത്തണം. അതിപ്പോൾ ഉണ്ടോ, അത്രയും ഉണ്ടോ എന്നുള്ള സംശയം എനിക്കിപ്പോഴും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, ക്രൈസ്തവ സമൂഹം കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു സമൂഹം, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു സമൂഹം. ക്രൈസ്തവ സഭ നേരിട്ട് നടപ്പാക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഇന്ത്യ രാജ്യത്ത് 56,000-ത്തിലധികം സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നൊരു സഭയാണ്, ഒരു സമുദായമാണ്. അവരുടെ സേവനങ്ങൾ വില കുറച്ച് കാണാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തമായി എതിർക്കും. ഞാൻ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുമ്പ് ഞാൻ ജനിച്ചു വീണ് വിശ്വാസപ്രകാരം 7-8 ദിവസം കഴിയുമ്പോൾ മാമോദിസ സ്വീകരിച്ചൊരു ക്രിസ്ത്യാനാണ്. അപ്പോൾ ആ ക്രൈസ്തവൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ പ്രവർത്തനം അത് യേശുക്രിസ്തു പഠിപ്പിച്ച ആ ആശയങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ളത്. അപ്പം സഭയ്ക്ക് വേദനിച്ചാൽ എനിക്കും വേദനിക്കും. ആ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. സഭയ്ക്ക് വേദനിക്കാൻ പാടില്ല, സഭയെ ഒറ്റപ്പെടുത്താൻ പാടില്ല, സഭയെ തെറ്റായി വിമർശിക്കാൻ പാടില്ല. സഭ തെറ്റ് ചെയ്താൽ അതിനെ വിമർശിക്കട്ടെ. സഭ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് അതെടുത്ത് സഭയായിട്ട് തെരുവിൽ പന്താടുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അങ്ങയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് അങ്ങ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു പുതിയ പാർട്ടി, അങ്ങ് ഇപ്പോഴും പറഞ്ഞു അതൊരു ദേശീയ സ്വഭാവമുള്ളൊരു പാർട്ടി ആയിരിക്കും. നമുക്കറിയാം, ദേശീയ സ്വഭാവമുള്ളൊരു പാർട്ടിക്ക് ഒരു നിലനിൽക്കണമെങ്കിൽ ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു മുഖ്യധാരാ പാർട്ടിയോടൊപ്പം നിൽക്കണം. അങ്ങിപ്പോൾ പുറത്തു വന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സംവിധാനത്തിൽ നിന്നാണ് അങ്ങ് പുറത്തു വന്ന് രാജി പ്രഖ്യാപിച്ചത്. അപ്പോൾ ദേശീയ തലത്തിൽ ഈ അങ്ങ് പ്രഖ്യാപിക്കാൻ പോകുന്ന ആ പാർട്ടിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും മറ്റൊരു ഓപ്ഷന് മുമ്പിലുള്ളത് BJP നേതൃത്വം നൽകുന്ന NDA മാത്രമല്ലേ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ക്രൈസ്തവർക്ക് മുൻതൂക്കമുള്ള മേഘാലയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ സ്വതന്ത്ര പാർട്ടികളുണ്ട്. അവരൊക്കെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലൊരു പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക
ഇവിടെയൊക്കെ ഞങ്ങൾ ചില ആളുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു സഹകരണം കൂടി ലഭിച്ചാൽ അതാണ് അഖിലേന്ത്യാ പാർട്ടി എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ മുദ്രാവാക്യങ്ങൾ അംഗീകരിച്ച് തരുവാൻ അതിനോട് യോജിപ്പുള്ള കക്ഷികൾ ആര് തന്നെയായിരുന്നാലും അവരോടൊക്കെ സഖ്യം ഉണ്ടാക്കുന്നതിന് എന്താ കുഴപ്പം? നേരത്തെ അവരുടെ അടിമകളാവുകയോ അവരോട് വിധേയപ്പെട്ട് നിൽക്കുകയോ അല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതിനർത്ഥം ബി ജെ പിയുമായി കൂടുകയൊന്നുമല്ല. കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആരോടും ഐത്തമില്ല, ഒരു കക്ഷിയോടും ഐത്തമില്ല. നാളെ കോൺഗ്രസ് ഇതെല്ലാം ഞങ്ങൾ നേടിത്തരാം എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുമായി സഹകരിക്കാം. LDF പറയാം ഞങ്ങൾ ശരി, ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ വീഴ്ചകൾ വന്നു, ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതും ആലോചിക്കാം. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇപ്പൊ ദേശീയ തലത്തിലൊരു പാർട്ടി രൂപീകരിച്ച ഒരു മുൻ അനുഭവം നമ്മുടെ മുന്നിൽ, പ്രത്യേകിച്ച് PC തോമസ് 2004 ലോക്സഭ ഇലക്ഷന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം IFDP എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ച് അങ്ങ് പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളും പല നേതാക്കളും ഉണ്ടായി. പക്ഷെ അത് മുന്നോട്ട് പോയില്ല. അപ്പം അത്തരത്തിലുള്ളൊരു നീക്കം വിജയം കാണുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ട്? എനിക്ക് നല്ല ശുഭപ്രതീക്ഷയുള്ളത്. കാരണം ഈ ഓരോ സംസ്ഥാനത്തും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വളരെ കർമ്മനിരതരായിട്ടുള്ള ആളുകളാണ്. കേരളത്തിൽ ഇപ്പം ഞാനൊക്കെ അല്പം പ്രായമായി ഇരിക്കുന്ന ആളാണ്, ധാരാളം ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞല്ലോ, തീരദേശത്തു നിന്നൊക്കെയുള്ള ആളുകൾ. ഇപ്പോൾ വോയിസ് എന്ന് പറയുന്ന അവരൊരു ഗ്രൂപ്പുണ്ട്. അവരൊക്കെ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുക. വിഴിഞ്ഞത്തെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അതെന്താ തെറ്റായി വ്യാഖ്യാനിച്ചില്ല? വിഴിഞ്ഞം തുറമുഖം വേണ്ടാന്ന് അവർ പറയുന്നത്. അങ്ങനെയാണോ അവർ പറഞ്ഞത്? അവരുടെ മൗലികമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പമേ ഇത് പണി മുന്നോട്ട് പോവുള്ളൂ എന്നല്ലേ പറഞ്ഞോളൂ. എന്തെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങൾ! അപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനെ മറ്റു രീതിയിൽ കാണുന്ന ആ സമീപനം ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ആരോടും ഒരു തൊട്ടുകൂടായ്മയില്ല, ആരോടും പ്രത്യേക ഐത്തമില്ല. ഞങ്ങളുടെ ആശയങ്ങളുമായി യോജിക്കുന്ന ആരുമായും സഖ്യമാകാം. ഒപ്പം തന്നെ ഇപ്പൊ ജോണി നെല്ലൂർ UDF നിന്നും രാജിവെച്ചു. ഇതുപോലെ തന്നെ മറ്റ് മുഖ്യധാര പാർട്ടികളിൽ നിന്നും പല പ്രമുഖ നേതാക്കളും ഈ ഒരു പാർട്ടി സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു മടുപ്പ് തോന്നി ഇത്തരത്തിലുള്ളൊരു രാജി ഇനി തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? എല്ലാം കാത്തിരുന്ന് കാണാമെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ ആരെയും ബന്ധപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി പിരിച്ചുവിട്ട് ജോസഫ് വിഭാഗത്തിൽ ചേർന്നപ്പോൾ അന്ന് ഞാൻ കൂടെ നിന്ന് ഒത്തിരി പേരെ വിളിച്ചു കൊണ്ടുവന്നു. അവർക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ പോലും വാങ്ങിക്കൊടുക്കുവാനോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. ആ ഒരു ദുഃഖം എനിക്കുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ വിളിച്ചു കൊണ്ടുവന്ന് അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ വാങ്ങിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചു കൊണ്ടുവരുന്നില്ല. സ്വയം തീരുമാനമെടുത്ത് വരുന്നവർ വരട്ടെ. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് എല്ലാ മുന്നണികളിൽ നിന്നും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ ഈ നീക്കത്തോട് യോജിച്ച് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരും. ഒപ്പം തന്നെ ഈ KM മാണി സാറിന് ശേഷം ശക്തനായിട്ടുള്ള ഒരു ക്രൈസ്തവ നേതാവിന്റെ ഒരു അഭാവം കേരള രാഷ്ട്രീയത്തിലുണ്ടോ? ഒപ്പം തന്നെ ഇപ്പൊ ക്രൈസ്തവ നേതാക്കളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ഐക്യമില്ലാത്ത അവസ്ഥ. ഇപ്പൊ കേരള കോൺഗ്രസുകൾ ഇപ്പൊ വീണ്ടും ഇപ്പം സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ്, ഒപ്പം തന്നെ PC ജോർജ് ജനപക്ഷം പാർട്ടി രൂപീകരിക്കുന്നു. അപ്പം ഈ ക്രൈസ്തവ നേതാക്കളുടെ ഇടയിലുള്ള ഒരു ഐക്യമില്ലായ്മ കൂടി ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനൊരു തടസ്സം സൃഷ്ടിക്കുന്നില്ലേ? ആ ഒരു ഐക്യം സംജാതമാകേണ്ട ഒരു കാലം അതിക്രമിച്ചില്ലേ ശരിക്കും? ഇപ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. 2016 ഇത് ഈ ആശയം മുൻനിർത്തിക്കൊണ്ട് അഭിയോന്യ പിതാക്കന്മാരുടെ പേര് പറയുന്നില്ല, മുൻകൈയെടുത്ത് കേരള കോൺഗ്രസുകളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഞാൻ അന്നൊരു പാർട്ടിയുടെ ചെയർമാനാണ്. മാണി സാറ്, PJ ജോസഫ്, അന്തരിച്ചുപോയ സ്കറിയ തോമസ്, ഞങ്ങളെ നിരവധി പ്രാവശ്യം വിളിച്ചു ചേർത്തിരുത്തി യോഗം ചേർന്നു. പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനം ഞങ്ങളെല്ലാം ചേർന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽപ്പെട്ട കേരള കോൺഗ്രസ്സുകാർ നേതാവായി മാണി സാറിനെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനം മുന്നോട്ട് പോയി അഭിവന്ന പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ടു. അത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ കർദിനാൾ, ആ പേര് പറഞ്ഞു, കർദിനാൾ ഞങ്ങൾക്ക് ഒരു അത്താഴ് വിരുന്ന് തന്ന് കേരള കോൺഗ്രസ്സുകൾ ഒന്നിക്കണം, ക്രൈസ്തവരുടെ ഒരു വികാരം പ്രകടിപ്പിക്കുവാൻ കേരള കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയും, അതുകൊണ്ട് അത് ഒരുമിക്കണം, അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. ഒരുമിച്ച് പോകാൻ ഡേറ്റ് വരെ തീരുമാനിച്ചു, ചുമതലപ്പെടുത്തി. പത്രസമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുവാൻ എന്നെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തി. ആദ്യം ഈ കാര്യങ്ങൾ പുറത്ത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തി. മാണി സാർ അത് അക്നോളജ് ചെയ്യാൻ പറഞ്ഞു. നിർഭാഗ്യവശാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മാണി സാറ് രോഗബാധിതനായി ആശുപത്രിയിലായി. ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ കാലം തെളിയിക്കും. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കേരള കോൺഗ്രസിൻ്റെ ഐക്യമാണ്. ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഭിന്നിച്ച് നിൽക്കുന്ന ക്രൈസ്തവ നേതാക്കന്മാർ സഭയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടുവാൻ അവർക്ക് കഴിയുന്നില്ല. അതിന്ന് ക്രൈസ്തവ വിഭാഗം നേരിടുന്ന ഏറ്റവും വലിയ
ദുഃഖകരമായ ഒരു പ്രശ്നമാണ്. അതിനും പരിഹാരം ഉണ്ടാകണം. അതിനൊരു പരിഹാരമായിട്ട് ഈ ഒരു പാർട്ടി ഇത് ക്രൈസ്തവരുടെ പാർട്ടിയല്ല, സെക്കുലർ പാർട്ടിയാണ്. എങ്കിലും ക്രൈസ്തവരുൾപ്പെടെ കേരളത്തിൻ്റെ വളർച്ചയിൽ മുഖ്യമായ പങ്കുവഹിച്ചിട്ടുള്ള മതസംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ, അതിലൊക്കെ അവസരോചിതമായി ഇടപെടുവാനും അവർക്ക് വേണ്ടി പടപൊരുതുവാനും തയ്യാറുള്ളൊരു പാർട്ടിയായി ഞങ്ങളുടെ പാർട്ടിയെ കാണാം. ഒരു കാര്യം കൂടി, ഈ അങ്ങയുടെ പ്രഖ്യാപനത്തിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന മറ്റൊരു ആരോപണമാണ്, പ്രത്യേകിച്ച് അങ്ങ് BJP ആയി യാതൊരു ബന്ധമില്ല, ഒരു പാർട്ടിയായിട്ട് അയ്യത്തുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും BJP-യിൽ ആ ഒരു പാർട്ടിയിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരു സേഫ്റ്റി വാൽവ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഈ ഒരു പാർട്ടി രൂപവൽക്കരിക്കുന്നതെന്നൊരു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നു. വേറെയും വാർത്തകൾ വന്നു, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരു വാർത്താ ചാനൽ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരടിസ്ഥാനവുമില്ലാതെ തെറ്റായ വാർത്തകൾ, എന്തോ കണ്ടുകാഴ്ചയൊക്കെ വാങ്ങി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറയുന്ന മാധ്യമങ്ങൾ പോലും ഉണ്ട്, അല്ലെങ്കിൽ പറയിപ്പിക്കുന്നു മാധ്യമങ്ങളിലൂടെ. ഇതൊക്കെ കേൾക്കും, ഇതൊക്കെ കേൾക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു തീരുമാനമെടുക്കുമ്പോൾ വിമർശനം ധാരാളം ഉണ്ടാവും. സത്യസന്ധമായി തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി സത്യസന്ധമായി അതിൽ വെള്ളം ചേർക്കാൻ സുതാര്യമായി മുന്നോട്ട് പോകുമ്പോൾ ആരോപണങ്ങൾ ഏതെല്ലാം ഭാഗത്തു നിന്നുണ്ടായാലും അതെല്ലാം അസ്തമിച്ചു പോയിക്കൊള്ളും. പ്രവർത്തനങ്ങൾ ശക്തിയായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ആരോപണങ്ങളുടെയും മുനയോടെയും സത്യം ജനങ്ങൾ മനസ്സിലാക്കും, ജനങ്ങൾ കൂടെ നിൽക്കും. അപ്പോൾ തന്നെ പ്രധാനമന്ത്രി അടുത്ത ആഴ്ച വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന് മുമ്പ്, കേരള സന്ദർശനത്തിന് മുമ്പ് ഈ പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ? ഭാവി പരിപാടികളെ കുറിച്ച് ചെറുതായിട്ടൊന്നും. പാർട്ടിയുടെ പ്രഖ്യാപനം 22-ാം തീയതി നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെയാണ് അതിൻ്റെ ഒരു ഫൈനൽ രൂപമാവുള്ളൂ. 22-ാം തീയതി കൊച്ചിയിൽ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തണമെന്നാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കഴിയുമെങ്കിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം ചോദിച്ചിട്ടുണ്ട്, നിവേദനം കൊടുക്കാനാണ്. ഞങ്ങളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നിവേദനം പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ വരുമ്പോൾ അവസരം കിട്ടിയാൽ നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെ കണ്ടാൽ ഉടനെ BJP ആയി നല്ലല്ലോ അർത്ഥം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നത്, BJPയുടെ പ്രധാനമന്ത്രിയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ അവസരം കിട്ടിയാൽ കാണും. ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഏറ്റവും അവസാനത്തെ ചോദ്യം സാർ, പ്രത്യേകിച്ച് അങ്ങൊരു ക്രൈസ്തവനാണ്, കത്തോലിക്കനാണ്. പലപ്പോഴും രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ഒരു വിശ്വാസം പുറമേക്ക് പ്രകടിപ്പിക്കാൻ പലരും ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം അങ്ങെടുത്ത രാജ്യപ്രഖ്യാപനം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരു ആത്മീയ ജീവിതത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എങ്ങനെയാണ് അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടത്? ഞാൻ ഈ എല്ലാ വിശുദ്ധ വാരത്തിലും എവിടെയെങ്കിലും ഒരു കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്ന ആളാണ്. ആ 4 ദിവസം ടെലിഫോൺ പോലും ഉപയോഗിക്കാതെ ധ്യാനം കൂടും. ഇത്തവണയും ഞാൻ പോയിരുന്നു. ചാലക്കുടി പരിയാരത്തെ CMA അച്ഛന്മാർ നടത്തുന്ന CSR ധ്യാന കേന്ദ്രത്തിലാണ്. ആദരണീയനായ റോയി കണ്ണഞ്ചിറയച്ചനായിരുന്നു ധ്യാനിപ്പിച്ചത്. ധാരാളം കാര്യങ്ങൾ, വലിയൊരു പ്രചോദനം അവിടെ നിന്ന് ലഭിച്ചു. ഞാൻ അതിനുശേഷം നിരന്തരമായി പ്രാർത്ഥനയിലൂടെ ഇതിനുള്ള ശക്തി സംഭരിക്കുകയായിരുന്നു. ഇന്നലെ മെനിഞ്ഞാന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ 10-35 വർഷമായി, അല്ലെങ്കിൽ 54 വർഷമായി പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി യാത്ര പറയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ മാനസിക സംഘർഷം. ആ സംഘർഷത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ഞാൻ ഇന്നലെ രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ, എനിക്ക് ശക്തി പകരണമേ, എൻ്റെ നാക്കുകളിൽ നിന്നും പിഴവാക്കുകൾ എൻ്റെ നാക്കിൽ നിന്ന് വരാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ഇവിടെ നിന്ന് എറണാകുളം വരെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ മാത്രം മുഴുകി ആണ് പത്രസമ്മേളനത്തിന് പോയത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം പത്രസമ്മേളനത്തിൽ ഒരു വാക്കുപോലും പാഴ്വാക്കായി വന്നില്ല, പിഴവ് പറ്റിയില്ല. ദൈവത്തിൻ്റെ കാരുണ്യം, ഞാൻ ഉറച്ച വിശ്വാസക്കാരനാണ്. ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം അങ്ങയുടെ ഫോൺ ഫുൾ ടൈം ബിസി ആയിരുന്നു, പലപ്പോഴും വിളിക്കും ഫുൾ ബിസി ആയിരുന്നു. അതിനുശേഷം ലഭിക്കുന്ന ഫോൺ കോളുകൾ ചീത്തവിളികളായിരുന്നോ കൂടുതൽ, അതോ അഭിനന്ദനങ്ങളായിരുന്നോ, പിന്തുണയായിരുന്നു കൂടുതൽ? ഒരൊറ്റയാൾ പോലും എന്നെ ചീത്ത വിളിച്ച് ഫോൺ ചെയ്തില്ല. കോൺഗ്രസ്സിലെ ചില നല്ല സുഹൃത്തുക്കൾ എന്നെ വിളിച്ച്, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ചേട്ടനെ പോലെ ഞങ്ങൾക്ക് ഏതവസരത്തിലും വന്ന് കണ്ട് കാര്യങ്ങൾ പറയാവുന്ന ഒരു ജനകീയനായ പൊതുപ്രവർത്തനം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ചേട്ടൻ്റെ ഈ തീരുമാനത്തിൽ ദുഃഖമുണ്ടെങ്കിലും ചേട്ടൻ്റെ ഭാവി അതാണ് നല്ലതെങ്കിൽ ഞങ്ങൾ ആ കൂടെ ഉണ്ട്, പിന്തുണയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വരുന്ന 100 ടെലിഫോൺ കോൾ വന്നെങ്കിൽ അതിലൊരു 95 പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്
പല സംഘടനകൾ, പല വ്യക്തികൾ ഞങ്ങളെ കൂടി കൂട്ടണം, ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. വ്യത്യസ്ത സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ, ഹിന്ദു സംഘടനകൾ ഒക്കെ. അല്ല, ഇതൊരു ക്രൈസ്തവൻ്റെ പാർട്ടിയാണെന്ന് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടി പാർട്ടി പ്രഖ്യാപിക്കുന്നത് കാണാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 2-3 മാസത്തിനകം 2 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടിയുടെ ലോഞ്ചിങ്, ശരിയായ ലോഞ്ചിങ് അങ്ങനെ ഉദ്ദേശിക്കുന്നു. അങ്ങ് പറയുമ്പോൾ എപ്പോഴും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അങ്ങ് പറയുന്നൊരു ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിലും പല നേതാക്കളും ഇതിന് ഉണ്ടല്ലോ, പിന്നിലുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലോ, ഞാൻ അതിനൊരു ചെറിയ ആൾ മാത്രമാണ്. എന്നേക്കാൾ വലിയവർ, എന്നേക്കാൾ കഴിവുള്ളവർ, ഉപദേശം നൽകുവാൻ ധാരാളം ആളുകൾ, പ്രമുഖർ, അവരുടെയൊക്കെ ഉപദേശവും അവരുടെ നിർദ്ദേശങ്ങളുമായി എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ വാക്കുകളാണ് എന്നിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ എന്ന് പറയുന്നത്. വളരെ നന്ദി ശ്രീ ജോണി നെല്ലൂർ, ഈ ഒരു അവസരത്തിൽ തിരക്കിനിടയിൽ ഷെക്കൻഡ് ന്യൂസുമായി ഞങ്ങളുടെ വിലയേറിയ സമയം പങ്കുവച്ചതിന്. അങ്ങനെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു.